2020 എന്ന പാർട്ടി വിട്ടുകൊണ്ടുള്ള ഒരു വിഭാഗം പ്രവർത്തകരുടെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കേട്ടത്. 2020 വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. NDA പ്രവേശനം മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ്, തങ്ങളോട് പറഞ്ഞില്ല. ഇത്രയും ആലോചനകളൊക്കെ നടന്നിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ചോദിക്കുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അർജുൻ, നോക്കൂ, 2020യുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറയുന്നത്. ഞങ്ങൾ TV-യിൽ ഇന്നലെ വാർത്ത കണ്ടു, അപ്പോഴാണ് ഇക്കാര്യം അറിയുന്നതെന്ന്. അത് ശരി, അപ്പൊ ഇത് എന്ത് പാർട്ടി സംവിധാനമാണ്? TV-യിലെ വാർത്ത കണ്ടിട്ടാണോ ഇവരൊക്കെ ഇത് അറിയേണ്ടത്? അതുതന്നെയാണ് റോഷ്നി പ്രധാനമായും നേതാക്കൾ എല്ലാവരും ചോദിക്കുന്നത്. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോലും അറിയാതെയാണ് സാബുൻ ജേക്കബ് ഇത്തരമൊരു നീക്കം നടത്തിയത്, ഇത്തരത്തിൽ NDAയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോയത് എന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. നിലവിൽ 3 പേരാണ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ 3-ൽ ഒതുങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ അംഗങ്ങൾ, കൂടുതൽ നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിയോജിപ്പുകൾ പരസ്യമായും രഹസ്യമായും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ്, അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന ജീൻ മാവേലി, 2020യുടെ കോർഡിനേറ്ററായ രഞ്ജു പുളിഞ്ചോട് എന്നിവരാണ് ഇപ്പോൾ 2020യിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിനൊപ്പം ചേരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് പഞ്ചായത്തുകളിലെ മറ്റ് അംഗങ്ങളടക്കം രാജിവെക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ ആ രാജികൾ ഉണ്ടാകാനുള്ള ഇടയുമുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വരെ സാബുൻ ജേക്കബ് ഈ നേതാക്കൾക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് പോയപ്പോഴും ഇത്തരത്തിലുള്ള NDAയിലേക്ക് പോകാനുള്ള, NDAയിൽ പ്രവേശിക്കാനുള്ള യാതൊരു സൂചനകളും മറ്റ് നേതാക്കൾക്ക് നൽകിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, പലരും 2020യിലേക്ക് വന്നത് ഇത് LDFനൊപ്പമോ അല്ലെങ്കിൽ UDFനൊപ്പമോ BJPക്കൊപ്പമോ ചേരില്ല, സ്വന്തമായി നിൽക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പല ആളുകളും, പല നേതാക്കളും ഈ പാർട്ടിയിലേക്ക് വന്നത് എന്നതാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിമർശനം. പക്ഷേ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിരുന്നു ഈ നീക്കം എന്നും പല നേതാക്കളും പ്രതികരിക്കുന്നുണ്ട്. റസീന പരീദ് അടക്കം നമ്മളോട് നേരത്തെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. TV-യിൽ വാർത്ത കണ്ടിട്ടാണ് ഇത്തരത്തിൽ സ്വന്തം പാർട്ടി NDAയുടെ ഭാഗമായത് അറിഞ്ഞത് എന്ന് പറയുന്നത് അവരുടെ ഒരു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച പല നേതാക്കളുമുണ്ട്. അവരൊക്കെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഒരു രാത്രി കൊണ്ട് തങ്ങൾ NDAയിലേക്ക് എത്തി എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടുതൽ രാജികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് വരും ദിവസങ്ങളിൽ. അതുമായി ബന്ധപ്പെട്ട UDFും LDFും പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ 2020യുടെ അംഗങ്ങളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പല പഞ്ചായത്തുകളിലും 2020ക്ക് ഭരണം നഷ്ടപ്പെടും. ചില പഞ്ചായത്തുകളിൽ 2020യുടെ അംഗങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് അവിടെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും UDFും LDFും പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും 3 പേർ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ പാർട്ടി വിടുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ കാത്തിരിക്കാം. എന്തായാലും ഇവരുടെ വാർത്താ സമ്മേളനത്തിൽ ഇവർ ഉന്നയിക്കുന്ന കാര്യം അറിഞ്ഞതുപോലുമില്ല എന്നാണ്. TV-യിൽ വാർത്ത കാണുമ്പോഴാണ് അറിഞ്ഞത്. വഞ്ചനയാണ് ചെയ്തത്. സാബുൻ ജേക്കബ് പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയ ഒരു പാർട്ടി ഇത്തരത്തിൽ NDAയിൽ ചേരുമ്പോൾ ആ വിവരം പ്രവർത്തകരോട് പോലും ജനപ്രതിനിധികളോട് പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്താണ് ആ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. എത്ര പേർ ഇനി കൊഴിഞ്ഞു പോകും?